കിഫ്ബി മസാല ബോണ്ട് കേസിൽ തോമസ് ഐസക്കിന് വീണ്ടും നോട്ടീസ്. തിങ്കളാഴ്ച ഹാജരാകാനാണ് നിർദ്ദേശം. ഇഡി നോട്ടീസ് കിട്ടിയിട്ടില്ലെന്ന് തോമസ് ഐസക് പ്രതികരിച്ചു. ബുദ്ധിമുട്ടിപ്പിക്കാനാണ് ഇഡിയുടെ ശ്രമമെന്നും ഏതുവരെ പോകുമെന്ന് നോക്കാമെന്നും ഐസക് പറഞ്ഞു. കിഫ്ബി മസാല ബോണ്ടിൽ തോമസ് ഐസക്കിന് അത് രണ്ടാം വട്ടമാണ് ഇഡി നോട്ടീസ് അയക്കുന്നത്. ആദ്യ തവണ നൽകിയ നോട്ടീസിൽ അതിൽ തനിക്ക് തിരക്കുള്ളതുകൊണ്ട് എത്തിച്ചേരാൻ കഴിയില്ല. താൻ നേരത്തെ ഏറ്റെടുത്തിരിക്കുന്ന പരിപാടികൾക്കടക്കം ഔദ്യോഗികമായ ചില തിരക്കുകളുണ്ട്, അതുകൊണ്ട് ഏറ്റെടുക്കാൻ കഴിയില്ല, ആ ദിവസത്തേക്ക് എത്താൻ കഴിയില്ല എന്ന് കാണിച്ച് തോമസ് ഐസക് വിശദീകരണം നൽകിയിരുന്നു. തുടർന്നാണ് മറ്റൊരു ദിവസത്തേക്ക് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇതനുസരിച്ച് ഈ മാസം 22-ന് കൊച്ചിയിലെ ഇഡി ഓഫീസിൽ തോമസ് ഐസക് എത്തേണ്ടതുണ്ട്. മസാല ബോണ്ട് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദേശ നാണ്യവിനിമയ ചട്ടം ലംഘിച്ചതുമായി ബന്ധപ്പെട്ട പരാതികൾ ഉയർന്നൊരു സാഹചര്യമുണ്ട്. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഇഡി അന്വേഷണത്തിലേക്ക് കടന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ രണ്ടാം വട്ടവും നോട്ടീസ് അയച്ചിരിക്കുന്നത്. ആദ്യ ഘട്ടത്തിൽ നോട്ടീസ് നൽകിയപ്പോൾ തോമസ് ഐസക്കും കിഫ്ബി ഉദ്യോഗസ്ഥരും ഇതിൽ പറഞ്ഞിരുന്നത്, തോമസ് ഐസക് പ്രധാനമായി ഹൈക്കോടതിയെ സമീപിക്കുമ്പോൾ ചൂണ്ടിക്കാണിച്ചിരുന്നത് തന്റെ വ്യക്തിപരമായ വിവരങ്ങളാണ് ഇഡി ആവശ്യപ്പെടുന്നത്. അത്തരം ചില അന്വേഷണങ്ങളാണ് ഇഡിയുടെ നോട്ടീസിലുള്ളത്. അതുകൊണ്ട് ആ വിവരങ്ങൾ നൽകാൻ കഴിയുകയില്ല എന്നതടക്കം ചൂണ്ടിക്കാണിച്ചിരുന്നു. ഈ നോട്ടീസിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഹൈക്കോടതിയിലെത്തിയത്. ഹൈക്കോടതി ഇത് നിരീക്ഷിക്കുകയും തോമസ് ഐസക് പറയുന്നതിൽ കാര്യങ്ങളുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യഘട്ട നോട്ടീസ് ഇഡിക്ക് പിൻവലിക്കേണ്ടി വന്നു. അതിനുശേഷമാണ് ഇപ്പോൾ രണ്ടാം ഘട്ട നോട്ടീസ് നൽകിയിരിക്കുന്നത്. എന്നാൽ തോമസ് ഐസക് ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത് തന്നെ ഹരാസ് ചെയ്യാനുള്ള ശ്രമങ്ങളാണ് ഇഡിയുടെ ഭാഗത്തുനിന്ന് നടക്കുന്നത്. ഈ നോട്ടീസിനെ ഒരു കാരണവശാലും ഭയപ്പെടുന്നില്ല, അഭിഭാഷകരുമായി ആലോചിച്ചുകൊണ്ട് മറ്റ് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് തോമസ് ഐസക് ഇഡി നോട്ടീസിനോട് പ്രതികരിച്ചത്. ഒരു വർഷമായിട്ട് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ചോദിച്ചതിൻ്റെ അപ്പുറം അറിഞ്ഞതിനപ്പുറം എന്താ ഉള്ളത്. അവർ കോടതിയിൽ പോയിട്ടുണ്ട്, പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു, കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ വക്കീലന്മാരോട് ആലോചിച്ചിട്ട് കാര്യങ്ങൾ തീരുമാനിക്കും. അവർ കൊടുത്ത പെറ്റീഷൻ കോടതിയുടെ പരിഗണനയിലാണ്. അതുകൊണ്ട് ഇത് കോടതി എന്താ പറയുന്നത് എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാം. ഇഡി രണ്ടാമതും നോട്ടീസ് അയക്കുന്നതിലൂടെ വ്യക്തമാകുന്നത് കൃത്യമായ രീതിയിൽ തന്നെ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നത് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. അതിൽ ഹൈക്കോടതി ആദ്യഘട്ടത്തിൽ ഈ നോട്ടീസ് പിൻവലിക്കണം എന്ന നിർദ്ദേശമടക്കം നൽകിയിരുന്നു. പക്ഷേ ഈ അന്വേഷണത്തെ ഇത് ബാധിക്കാതെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാം. അന്വേഷണത്തെ ബാധിക്കാത്ത രീതിയിൽ ഇഡി നൽകിയിരിക്കുന്ന നോട്ടീസ് പുതുതായി നൽകിക്കൊണ്ട് അന്വേഷണവുമായി തുടർന്ന് മുന്നോട്ട് പോകാമെന്ന് ഹൈക്കോടതി പറഞ്ഞിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇഡിയുടെ ഇപ്പോൾ തുടർ നടപടികൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും രണ്ടാമത്തെ നോട്ടീസിന് തോമസ് ഐസക് നേരിട്ട് ഹാജരാകുമോ അതോ മറ്റ് വിശദീകരണങ്ങൾ നൽകുമോ എന്നതാണ് അറിയേണ്ടത്. CPM ഈ ഒരു നടപടിയെ നേരത്തെയും തന്നെ ഇത് രാഷ്ട്രീയ പ്രേരിതമായ നടപടി എന്നാണ് CPM ഇഡിയുടെ നടപടികളെയും വ്യാഖ്യാനിച്ചിരുന്നത്. ഡാനി പോളിന്റെ റിപ്പോർട്ടാണ് കണ്ടത്.